മണിയായപ്പോഴത്തേക്ക് സേതേട്ടൻ പറഞ്ഞു നമുക്ക് KFC ചിക്കൻ കഴിക്കാൻ പോയാലോ എന്ന്. അപ്പം ഞാനും ലച്ചും കൂടെ വേഗം റെഡി ആയിട്ട് ഇറങ്ങി. അങ്ങനെ വന്ന് ദേ സെൻട്രൽ സ്ക്വയറിൽ എത്തിയിട്ടാ. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതേ ഇല്ല കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അങ്ങനെ കാർ ഓടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. അപ്പം പിന്നെ അവർ നമ്മളെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കയറ്റി വിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻട്രിയുടെ അവിടെ എത്തിയപ്പോഴത്തേക്കും പാർക്കിംഗ് ഫുൾ. നമ്മൾ 10-15 മിനിറ്റോളം അവിടെ നിന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കാറൊക്കെ മെല്ലെ പോകാൻ തുടങ്ങിയപ്പോൾ സേതേട്ടൻ പറഞ്ഞു അതിന് നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടുന്നു. അപ്പം നമ്മുടെ ഇതെത്തിയപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു ഇനി ഇല്ല, പാർക്കിംഗ് ഫുള്ളാണെന്ന്. അപ്പോൾ അവിടെ എവിടെയോ ഒരു സ്ഥലം ഉണ്ടായപ്പോൾ സേതേട്ടൻ അവിടെ ഇട്ടോട്ടെ എന്ന് വെച്ചപ്പോൾ ഓക്കെ. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അച്ഛനും മോളും കൂടെ ദേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒറ്റ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ KFC ചിക്കൻ കഴിക്കണം, അല്ലാതെ വേറെ ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. സേതേട്ടൻ വർക്കിൻ്റെ ഇടയിലാണ് കേട്ടോ ഓടി പോകുന്നത്, വേഗം തിരിച്ചെത്താന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് അപ്പോൾ സേതേട്ടൻ പറഞ്ഞു നമുക്കിവിടെ കയറിയിട്ട് എന്തെങ്കിലും കുടിക്കാനുള്ള എന്തെങ്കിലും മേടിക്കാം, ഡ്രിങ്ക് എന്തെങ്കിലും മേടിക്കാം. അപ്പോഴത്തേക്ക് ലച്ചുവിൻ്റെ ഫേവറേറ്റ് സെക്ഷനിലേക്ക് പോയിട്ടോ. ചോക്ലേറ്റ് മിഠായപ്പോൾ എനിക്ക് കിൻഡർ ജോയ് വേണം, അത് ഇത് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഇത് എടുത്തോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾ സമ്മതിച്ചു കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും, വാശി പിടിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഏറ്റവും മുകളിലേക്ക് പോകാം, വേഗം പോയി ചിക്കൻ ഓർഡർ ചെയ്യാം. നന്നായിട്ട് വിശക്കൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സേതേട്ടൻ ഓർഡർ ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ലച്ചു എന്നോട് ചോദിക്കാം അമ്മ ഇത് ഞാൻ കഴിച്ചോട്ടെ എന്ന് വെച്ചുകൊണ്ടിരിക്കാം. പിന്നെ ഫുഡ് കഴിച്ചാൽ പോരെ എന്ന് വെച്ചപ്പോൾ ഇല്ല അത് പറ്റില്ല, അവൾക്ക് അപ്പം തന്നെ കഴിച്ചാൽ കൊള്ളാമെന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ടിനെയും ഫാമിലീനെയൊക്കെ കണ്ടു കേട്ടോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അനു ആണ്. അനു, പുഷ്പി ചേച്ചി, അനീഷേട്ടൻ, മീനു, അവരെ പിള്ളേര്, സാറ, ഇവരെല്ലാം കണ്ട് ഞാൻ കുറേ വർത്താനം പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു ഫാമിലിയിലെ പോലെ തന്നെയുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവർ അപ്പുറത്തും ഫുഡ് കഴിക്കാനിരുന്നു, നമ്മളിപ്പുറത്തും ഫുഡ് കഴിക്കാനിരുന്നു. അവർ സിനിമയ്ക്ക് വന്നതാണ്, വാഴ സിനിമ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഡ്രിങ്ക് മേടിച്ച് താഴത്തുനിന്ന് മേടിച്ചില്ലേ, നോ ഷുഗർ, ഗ്രീൻ ആപ്പിളിൻ്റെയാണ്. ഒരു ടേസ്റ്റും ഉണ്ടായില്ല, ഭയങ്കര പുളി. എനിക്ക് സത്യത്തിൽ പുളിയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഇതൊട്ടും എനിക്ക് പറ്റണില്ല. 60 രൂപയായിരുന്നു. ലച്ചുവിന് എന്തോ ഇഷ്ടപ്പെട്ടു എന്ന് പറയണ്ടായി. അത് കഴിഞ്ഞ് ബർഗർ വന്നിട്ടുണ്ടായി. ലച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് ബർഗർ. അപ്പം ചിക്കൻ പുള്ളിക്കാർക്ക് അത്രയൊന്നും ഇഷ്ടമല്ല, അതിനേക്കാളും കൂടുതൽ ഇഷ്ടമാണ്. ഈ ഒരു ബർഗർ കഴിച്ചാൽ അവളുടെ വയറൊന്നും അറിയും കേട്ടോ. അങ്ങനെയാണ്. അത് കിട്ടിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും അത് തുറന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ മുകളിൽ ചീസ് ഇങ്ങനെ കണ്ടത്. കുട്ടികളുടെ സ്ഥിരം പരിപാടിയാന്ന് തോന്നുന്നു അല്ലേ. ആ ചീസ് ഒന്നിങ്ങനെ കുറച്ചെടുത്തൊന്ന് വായിലേക്ക് ടേസ്റ്റ് ചെയ്ത് വെക്കണം. ആഹാ എന്ത് ടേസ്റ്റാ അല്ലേ. അപ്പം ലച്ചു എന്ത് ചെയ്യുക, ലച്ചു ഫസ്റ്റ് ബൈറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. നമുക്ക് ചിക്കൻ അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായി. 5 പീസ് ലെഗാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പം നമ്മൾ അതും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം ഞാൻ 2 ബർഗർ വാങ്ങിയില്ലോ. അപ്പം ഞാനും ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി 50-50 കഴിച്ചു കേട്ടോ. അതേ അപ്പം മയണൈസൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ ഒരു കുട്ടി പിയാനോ വായിക്കുന്നുണ്ടായിട്ട് എന്ത് രസമായിട്ടാണെന്നറിയോ വായിക്കണം. അതൊക്കെ കേട്ടിരുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനതിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത്രയും നല്ല രസമായിട്ട് ഓരോ പാട്ടും വായിക്കുന്നുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചിക്കൻ എത്തിയത് കേട്ടോ. അപ്പം ലച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് ലെഗ് പീസ്. ലച്ചുവിന് ഇനി ഇതിൽ നിന്നൊരു ലെഗ് പീസും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അവൾ ഓക്കെ ആയിട്ട് അത്രയൊക്കെ അവൾ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ പൊപ്പായ്സ് ചിക്കൻ എന്ന് പറഞ്ഞാൽ കണ്ടത്. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താ സേതു കേട്ടാന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും സേതുട്ടൻ ഇങ്ങനെ പറഞ്ഞു സേതുവിൻ്റെ ഫ്രണ്ട് ഉണ്ട് ജെഫ്, കാനഡയിലാണ്. പുള്ളിക്കാരൻ പറഞ്ഞത് KFC ചിക്കനേക്കാളും ഭയങ്കര ടേസ്റ്റായതെന്ന്. അപ്പോൾ നമ്മൾ പോയിട്ട് 2 പീസും കൂടെ ഓർഡർ ചെയ്തു കേട്ടോ. 2 സോസാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ലച്ചു ഇത്തിരിയൊക്കെ എന്തോ കഴിക്കുന്നുണ്ടായി. സേതുവണ്ണം കുറച്ച് കഴിച്ച് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടായി. നമ്മൾ ബ്രോസ്റ്റഡ് തന്നെയാണ് അവർ ഒരു സോസിൽ മുക്കി നമുക്ക് തരുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇടുമ്പോൾ പോലും എനിക്ക് കൊതി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രയും ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയും ഞാൻ സെൻട്രൽ സ്ക്വയറിൽ പോവുകയാണെങ്കിൽ ഇനിയും ഞാൻ വാങ്ങിക്കഴിക്കും. നമ്മളതെല്ലാം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവർ കാർ എടുക്കാൻ വേണ്ടി പോയി. ഞാൻ പറഞ്ഞു ഞാനിവിടെ നിന്നോളാം എന്ന് പറഞ്ഞാൽ അവർ 2 പേരും കൂടെ പോയി. അത്രയേ ഉള്ളൂ. ബൈ.